അപ്പോൾ ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ പ്രഗ്നൻ്റ് ആയ പിന്നെ എൻ്റെ മോർണിംഗ് റൂട്ടീൻ എങ്ങനെയൊക്കെയാണെന്ന് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മോർണിംഗ് ഞാൻ ആദ്യം ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. നല്ല മെഡിറ്റേഷൻ മ്യൂസിക് ഇട്ടിട്ടാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറ്. ശരിക്കും മെഡിറ്റേഷൻ ഡെയിലി ചെയ്യുന്നത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കും കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് മൂഡ് സ്വിങ്സ്. ഈ മൂഡ് സ്വിങ്സ് ഇല്ലാതാക്കാൻ മെഡിറ്റേഷൻ വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഫിയർ ഇതൊക്കെ തന്നെ ഇല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. മാത്രമല്ല കുറച്ച് സമയം നമ്മളിങ്ങനെ ശാന്തമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിന് നല്ല പോസിറ്റീവ് എനർജി കിട്ടി. കൂടാതെ ഉറക്കം മെച്ചപ്പെടുത്താനും BP നിയന്ത്രിക്കാനും തുടങ്ങി ഒരുപാട് ഗുണങ്ങളുണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഡെയിലി ഞാൻ മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യം കേട്ടോ മെഡിറ്റേഷൻ. ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ചെയ്യുന്നൊരു കാര്യം കേട്ടോ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. ഒരു നല്ല ദിവസം കിട്ടിയതിന് നന്ദി പറയും, ആരോഗ്യമായിട്ട് ഇരിക്കാൻ സാധിച്ചതിന് നന്ദി പറയും, അമ്മയാവാൻ സാധിച്ചതിന് നന്ദി പറയും, എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിച്ചതിന് നന്ദി പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നന്ദി പറയാറുണ്ട് കേട്ടോ. ശരിക്കും നന്ദി പറയുന്ന ശീലം നമ്മുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് ചേഞ്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും കേട്ടോ. അത് അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാറുണ്ട്, ഒരു ദിവസം പോലും മുടക്കാറില്ല. അതിനുശേഷം ഞാൻ ഡെയിലി ചെറുതായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യും കേട്ടോ. ആദ്യം തന്നെ ബ്രീത്തിങ് എക്സസൈസാണ് ഞാൻ ചെയ്യാറ്. ശരിക്കും ഈ ഒരു സമയത്ത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. കാരണം സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഓവർ തിങ്ക് ഇതൊക്കെ ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കും കേട്ടോ. മാത്രമല്ല നമ്മുടെ കുഞ്ഞിന് കൂടുതൽ ഓക്സിജൻ കിട്ടാൻ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്ട്രെസ്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ കുറയ്ക്കും. കൂടാതെ ബാക്ക് പെയിന്, ബോഡി സ്റ്റിഫ്നെസ് ഒക്കെ കുറച്ച് മസിലിനൊക്കെ നല്ല റിലാക്സേഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ ബ്രീത്തിങ് എക്സസൈസ് ഡെയിലി ഗർഭിണികൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ ചെയ്യാറ് ചെറിയ രീതിയിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് കേട്ടോ. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ മെച്ചപ്പെടാനും ഒപ്പം ഈ ഒരു സമയത്ത് നമുക്കറിയാം കാലിലൊക്കെ നീര് വരുന്നുണ്ട്, അതൊക്കെ ഇല്ലാതാക്കാനും ഒപ്പം നല്ല രീതിയിൽ ഫ്ലെക്സിബിലിറ്റി ആവും. പ്രസവ സമയത്ത് ശരീരം കൂടുതൽ അഡാപ്റ്റബിൾ ആകാനൊക്കെ ചെറിയ രീതിയിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അതിലൊക്കെ ഉപരി ഒരു ദിവസം എനർജി ആയിട്ടിരിക്കാനും ആക്റ്റീവായിട്ടിരിക്കാനും ഒക്കെ സാധിക്കും കേട്ടോ. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. ഇത്ര സ്പീഡില്ല, സ്ലോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സ്ലോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ഡെയിലി ചെയ്യുന്നൊരു യോഗ പോസാണ് കാറ്റ് ആൻഡ് കൗ പൊസിഷൻ. ഇത് ഗർഭിണികൾക്ക് സുരക്ഷിതമായിട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു യോഗ പോസുകളിലൊന്നാണ്. ഇത് ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ് എന്നിവ കുറച്ച് സ്പൈൻ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനും നമ്മുടെ പെൽവിക് മസിൽസിൽ നല്ല രീതിയിൽ ശക്തമാവാനൊക്കെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പോസ് ചെയ്യുമ്പോൾ നമ്മുടെ വയറിൽ ഓർഗൻസ് ജെൻറ്റിൽ മസാജ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഗ്യാസ്, ബ്ലോട്ടിങ് ഇതൊക്കെ കുറയുന്നുണ്ട്. ഒപ്പം നല്ല രീതിയിൽ ഡൈജഷൻ മെച്ചപ്പെടുത്താനും ഈ ഒരു എക്സസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യേണ്ടത്. ശ്വസിക്കുമ്പോൾ വയറ് താഴോട്ട് നമ്മൾ എടുക്കും, അപ്പോൾ ഒരു കൗ പോസായിട്ട് വരും. ശ്വാസം വിടുമ്പോൾ പുറം നല്ല രീതിയിൽ ഇങ്ങനെ വളച്ചിട്ട് കാറ്റ് പോസോ ആവും. ഇത് സ്ലോ ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊരിക്കലും നമ്മുടെ ബോഡീനെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. എവിടെയെങ്കിലും ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നാൽ ഞാൻ ആദ്യം കഴിക്കുന്നത് നട്ട്സാണ്. ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ബദാമാണ്. ബദാം ഗർഭിണികൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കാൽസ്യം, മഗ്നീഷ്യം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. ഒപ്പം തന്നെ നല്ല രീതിയിൽ ചൂടുവെള്ളം ഞാൻ കുടിക്കാറുണ്ട് രാവിലെ. നട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ബുക്ക് വായിക്കും കേട്ടോ. അപ്പോൾ ഡെയിലി ബുക്ക് വായിക്കുക എന്നുള്ളൊരു ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഡെയിലി വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ആറ്റോമിക് ഹാബിറ്റ് എന്ന ബുക്കാണ് കേട്ടോ. നല്ലൊരു ബുക്കാണ്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ ഡെയിലി മോർണിംഗ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ടു ഡു ലിസ്റ്റ് എഴുതുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം ഒന്ന് ലിസ്റ്റ് ആക്കിയിട്ട് എഴുതി വെക്കാറുണ്ട്. പിന്നെ അതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഈവനിങ് അതെല്ലാം ടിക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ടിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മുടെ വിൽ പവർ കൂട്ടുന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ശീലം ചെയ്യാറുണ്ട്. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടമ്പലം ഉണ്ട്. ഇവിടെ വന്ന് തൊഴുതിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. അപ്പോൾ ഈടായിട്ട് എൻ്റെ മോർണിംഗ് റൂട്ടീൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബായ്.